ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ ഒരു കമ്പാണ്. ഇതൊരു പേരൻ്റെ കമ്പാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഹാങ്ങർ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ചുള്ളികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഹാങ്ങർ തയ്യാറാക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മളത് വെക്കാൻ വേണ്ടി കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒരു കുഴി എടുക്കുക, എന്നിട്ട് ആ കുഴിയിൽ നമ്മൾ ഇത് കുഴിച്ച് വെക്കുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. എനിക്ക് കഴിയണ പരമാവധിയൊക്കെ ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല തറച്ച മണ്ണാണ്, അതുകൊണ്ട് കുറച്ച് കളക്കാനൊക്കെ പ്രയാസമാണ്. എന്നാലും ഞാനൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് നല്ലൊരു കുപ്പായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ഇത് ചിതലരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി. അപ്പോൾ പെട്ടെന്നൊന്നും ചിതൽ കയറില്ല, കാരണം പ്ലാസ്റ്റിക് അവരൊന്നും കടിക്കൂലല്ലോ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് കേടുവരാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു കവർ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കുഴിയൊക്കെ ഒന്ന് മൂടി നല്ലവണ്ണം ഉറപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്റ്റാൻഡ് റെഡിയായി. പിന്നെ അതിമേക്കുള്ള ഹാങ്ങിങ് ആണ് ഉണ്ടാക്കേണ്ടത്. ഹാങ്ങിങ് പോട്ടും അതിലുള്ള ചെടികളും മാത്രമാണ് ഈ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മളെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുമേ തൂക്കിയിട്ട് കൊടുക്കാനുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഹാങ്ങിങ് പോട്ടായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നല്ല കണ്ണൻ ചിരട്ടകളാണ്. നല്ല കണ്ണൻ ചിരട്ടകൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് അത് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് വരുതി കൊടുക്കുക. എന്നിട്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല പെയിൻറ്റുകളൊക്കെ അടിക്കട്ടോ. ഞാൻ പെയിൻറ്റൊന്നും അധികം കൊടുത്തിട്ടില്ല. ഞാനൊരു ബോർഡർ പോലെ ഇങ്ങനെ ഒരു ബ്ലൂ പെയിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നല്ല പെയിൻറ്റൊക്കെ അടിച്ച് പുള്ളിയൊക്കെ കുത്തി നല്ല ഭംഗിയുള്ളതാക്കി എടുക്കുക. ഈ ചിരട്ടകൾ ഞാൻ ശരിക്കും സ്പൈറൽ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചിരട്ടകളായിരുന്നു. അപ്പോൾ അത് ചെയ്തിരുന്നു ഞാൻ. അത് ഈര വെച്ചിട്ടാണ് ഞാനത് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കിളികൾ വന്നുകൊണ്ട് രാത്രി കൊത്തിയിടും. അപ്പോൾ അത് ഞാനത് ഉപേക്ഷിച്ച് വെച്ചതായിരുന്നു. ചിരട്ട കൊണ്ടുള്ള പോട്ടാകുമ്പോൾ പിന്നെ നമുക്കെന്തിനാ കാശ് കൊടുത്ത് വാങ്ങണ ഹാങ്ങർ. അതും നമ്മളെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഹാങ്ങർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളെ ഒഴിവാക്കിയ ഷാളാണ്. ഷാൾ ഉപയോഗിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തായാലും കുറേ കഴിയുമ്പോൾ അതൊക്കെ അതിൻ്റെ കളറൊക്കെ പോയി ഫെയ്ഡായിട്ട് നമ്മളത് ഉപയോഗിക്കാതെ ഒഴിവാക്കും. പ്രത്യേകിച്ച് ജോർജറ്റിൻ്റെയൊക്കെ ഷാൾ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹാങ്ങർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് കുറച്ചൊരു ലെങ്ത്തിൽ നമ്മൾ ഷാളിൻ്റെ ഒരു അത്ര ഫുൾ ലെങ്ത് ഒന്നും വേണ്ട, 2 മീറ്റർ ഒന്നും വേണ്ട, 1.5 മീറ്റർ ലെങ്ത്തിൽ 3 പീസ് എടുക്കുക. അതാണ് ഇതിനാവശ്യമുള്ള ഷാളിൻ്റെ കഷ്ണങ്ങൾ. ചിരട്ട തൂക്കാനുള്ളതായതുകൊണ്ട് അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പീസ് വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ 3 എണ്ണവും പാടെ കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോട്ടിട്ട് കൊടുക്കുക. അത് അപ്പോൾ 6 പീസായി മാറും. സെൻറ്റർ മടക്കിയിട്ട് നോട്ടിടുമ്പോൾ 6 പീസായി മാറും. പിന്നെ അങ്ങനെ 6 പീസിൽ നിന്ന് 2 പീസ് വെച്ചിട്ട് കെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അത് നമ്മൾ സാധാ ഹാങ്ങർ ചെയ്യണ പോലെ തന്നെ കയറ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ അങ്ങനെ ചെയ്യലുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇത് മെടഞ്ഞെടുക്കണില്ല എന്നേ ഉള്ളൂ. മെടഞ്ഞെടുക്കാതെ ഡയറക്റ്റ് ഇത് കെട്ടിക്കൊടുക്കുകയാണെന്നുള്ളൂ. അപ്പോൾ കണ്ടോ, കുറച്ച് ലെങ്ത്ത് വിട്ടിട്ട് നമ്മളിവിടെ നോട്ടിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കി 2 പിടിച്ചിട്ട് ഓരോ നോട്ടിട്ട് കൊടുക്കുക. നമ്മൾ 3 പീസും അതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 പീസിൽ നിന്നും, അതായത് ഇപ്പോൾ 3 നോട്ടിട്ടല്ലോ, ആ നോട്ടിട്ട് ഓരോ ഇതിൽ നിന്നും ഓരോ പീസ് എടുക്കുക. ഇപ്പോൾ 3 എണ്ണത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഒന്നിന്നൊരു പീസ് എടുക്കുക, മറ്റേതിൽ നിന്നൊരു പീസ് കൊടുക്കുക. എന്നിട്ട് അത് തമ്മിൽ രണ്ടും പാടെ കൂട്ടി കെട്ടി കൊടുക്കുക.
ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3ൻ്റെയും ലെങ്ത്ത് ഒരേ ഇതിൽ തന്നെ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഒന്ന് ചെറുതോ ഒന്ന് വലുതോ അങ്ങനെ ഒന്നും ആവരുത്. എല്ലാ നോട്ടും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കണം, ഒരേ ലെങ്ത്തിൽ തന്നെ ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ചിരട്ട ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം ലെങ്ത്ത് വിട്ടിട്ടൊന്നും കെട്ടും വേണ്ട. നമ്മൾ സാധാ പോട്ടിന് വിടുന്ന അത്ര ലെങ്ത്തിൽ ഇത് വിടരുത്. കാരണം ചിരട്ടയല്ലേ വെക്കണുള്ളൂ. അപ്പോൾ ആ ചിരട്ട അതിൽ ഇരിക്കാനുള്ള പാകത്തിന് മാത്രം വിട്ടിട്ട് കെട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തതിന് ശേഷം ഇപ്പോൾ 3 നോട്ട് കണ്ടോ ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി അവിടുന്ന് അത് 3 ഒന്നിച്ച് പിടിക്കുക. ഈ കയറുകളൊക്കെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇപ്പോൾ റിങ് പോലെ ആയില്ലേ. അപ്പോൾ ഇനി അതൊക്കെ പാടെ കൂട്ടി ഒന്നിച്ച് പിടിച്ചിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അത്ര പണിയുള്ളൂ ഒരു ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിരട്ട തൂക്കാലെ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ ചിരട്ടയും തൂക്കിയാണ്ട് എങ്ങനെയുണ്ട് നോക്കിയാലോ. അപ്പോൾ കണ്ടോ നമ്മളെ ചിരട്ടയൊക്കെ തൂക്കിയിട്ടപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ, ഹാങ്ങർ കാണാൻ. നമ്മൾ ക്യാഷ് കൊടുത്താലും ഇത്ര ചിലപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിക്കോണമെന്നുണ്ടാവില്ല. ഇതിപ്പോൾ നല്ല ഭംഗിയിലുണ്ട്. ഇനി നമുക്കിത് ഓരോന്നാകുമ്പോൾ തൂക്കി നോക്കാം. ഈ ഒരു കമ്പിലിങ്ങനെ തൂക്കിയിട്ടത് മോനും മോളും പാട് ചേർന്നിട്ട് അത് കമ്പിലൊക്കെ തൂക്കിയിടുന്നുണ്ട്. ഞാൻ അപ്പക്കിന് പോയിട്ട് പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് കൊണ്ടുവരാം ഈ ചിരട്ടയിൽ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെയ്യണത് കുറച്ച് മണൽ പിന്നെ ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വളം ഒക്കെ ചേർത്തിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ പോട്ടി മിക്സറൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചിരട്ടയിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിരട്ടയിലൊക്കെ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി വെക്കാം. ഞങ്ങൾ ഈ ബോർഡർ ഗ്രാസ് പിന്നെ ടർട്ടിൽ വൈന്, പർപ്പിൾ ടർട്ടിൽ വൈന്, ഈ 3 ഐറ്റംസാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നട്ടു കൊടുക്കാം. നമ്മൾ ചെടിയൊക്കെ നല്ലപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വളർന്നു വന്നെങ്കിലേ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ശരിക്കും ഈ മരത്തിന് നല്ല പെയിൻറ്റൊക്കെ അടിച്ച് കുറച്ചും കൂടി ഭംഗി കൂട്ടാവുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ മണ്ണിൽ നടുന്നതിന് പകരം ഇതൊരു ചട്ടിയിൽ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ മാറ്റി വെക്കുകയും ചെയ്യാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടപ്പുറത്ത് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യണേ. ഇനിയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ബൈ ബൈ.